ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ അത് ഏതൊക്കെ നിലയിലാണ് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ പോവുക എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇനി യൂറോപ്യൻ യൂണിയനുമായി ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയതിന് പിന്നാലെ ഏതൊക്കെ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് എത്തും, ഏതൊക്കെ നിലയിൽ വില കുറയും എന്നാണ് നമ്മൾ വേഗത്തിൽ നോക്കുന്നത്. വില കുറയുന്ന ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനം വൈൻ എന്നതാണ്. 150 നിന്ന് 75% ഇതിൻ്റെ തീരുവ കുറവ് എന്നതാണ്. നമുക്കറിയാം, വൈൻ അടക്കമുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട. അതുകൊണ്ട് ആ നിലയിൽ ഇങ്ങോട്ടേക്കുള്ള ഇറക്കുമതി വലിയ തോതിൽ വരും. വില കുറഞ്ഞ നിലയിൽ ഈ ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്താൻ ഇത് വഴിയൊരുക്കും. പ്രീമിയം ഇനങ്ങൾക്ക് 20%, ഇടത്തരം ഇനങ്ങൾക്ക് 30% നികുതി എന്ന നിലയ്ക്കാകും ആദ്യ ഘട്ടത്തിൽ ഉണ്ടാവുക. ഒപ്പം ഒലീവെണ്ണ, മാർഗരീൻ, സസ്യെണ്ണകൾ തുടങ്ങി നിലവിൽ 45% തീരുവയുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്കൊക്കെ അടുത്ത 5 വർഷം കൊണ്ട് തീരുവ പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്നതാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ വില കുറച്ച് കൂടുതലാണ്. എന്നാൽ അതിൽ നിന്ന് വലിയ അളവിൽ വില കുറയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉരുത്തിരിയുന്ന. 5 വർഷം കൊണ്ട് പൂർണ്ണമായും തീരുവ ഇല്ലാതാകും. കിവി, പേഴ്സ് തുടങ്ങിയ പഴങ്ങൾ, ഒരുപാട് വിദേശ പഴ ഇനങ്ങൾ നമ്മുടെ വിവിധ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ വലിയ വിലയാണ്. അതിനും വലിയ കുറവ് വരും. 33 നിന്ന് 10% ഇത്തരം പഴങ്ങളുടെ വില കുറയാൻ പോകുന്നു എന്നതാണ് ഈ കരാറിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒപ്പം കാർഷിക ഭക്ഷ്യവസ്തുക്കൾ, മറ്റ് പച്ചക്കറി അടക്കമുള്ള മറ്റ് വസ്തുക്കളിൽ നിലവിൽ ശരാശരി 30% തീരുവ എന്നതാണ്. അതും താഴേക്ക് വരാൻ പോകുന്നു. ഒപ്പം മുത്തുകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, അത്തരം ഉൽപ്പന്നങ്ങളുടെയൊക്കെ നിലവിലുള്ള 22.5%, 22.5% തീരുവ എന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു. ഒപ്പം വാഹനങ്ങൾ, നമുക്കറിയാം, ഇപ്പോൾ യൂറോപ്യൻ കമ്പനികളിൽ നിന്നുള്ള ഒട്ടേറെ സിട്രോൺ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ വിലയിൽ വലിയ അന്തരമുണ്ട്. നിലവിൽ 110% തീരുവ എന്നതാണ്. അതും വലിയ അളവിൽ കുറയാൻ പോകുന്നു. അടുത്ത 7 വർഷം കൊണ്ട്, അതായത് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ തീരുവ കുറയുക. 7 വർഷം കൊണ്ട് ഈ 110 എന്നത് 10% കുറയാൻ പോകുന്നതെന്നാണ്. അപ്പോൾ വിദേശ വാഹനങ്ങൾ വളരെ വിലക്കുറവിൽ ഇന്ത്യയിൽ ലഭ്യമാകുന്നു. ഒപ്പം വാഹനത്തിൻ്റെ ഘടകങ്ങൾ, സ്പെയർ പാർട്സിനും അതേ നിലയിൽ തന്നെ 5 മുതൽ 10 വർഷം കൊണ്ട് തീരുവ പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്നതാണ് പ്രത്യേകത. നേരത്തെ 10% എങ്കിൽ ഈ പാർട്സിൻ്റെ കാര്യത്തിൽ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. ഔഷധങ്ങൾ നിലവിൽ 11% തീരുവ എന്നതാണ്. അതും പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നു. നമുക്കറിയാം, ഒട്ടേറെ വളരെ അപൂർവമായി കണ്ടുവരുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകൾ നമ്മൾ വിദേശങ്ങളിൽ നിന്നൊക്കെ വലിയ വിലയ്ക്ക് ഇറക്കുമതി ചെയ്യുന്ന പല വാർത്തകളും നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം മരുന്നുകളുടെ അടക്കം ഈ തീരുവ ഇല്ലാതാകുന്നത് വലിയ അളവിൽ ഇവിടുത്തെ സാധാരണക്കാർ കൂടി ഗുണകരമാകുന്നതാണ്. അങ്ങനെ പല വിധത്തിലാണ് ഈ കരാറിൻ്റെ പ്രയോജനം സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭിക്കാൻ പോകുന്നത്.